ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമുക്ക് കണ്ണിമാങ്ങ ഉപ്പിലിടാം കേട്ടോ. നമ്മുടെ വീട്ടിലിതേ ഇതുപോലെ ഒത്തിരി കണ്ണിമാങ്ങകൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വീണ് കിട്ടുന്നുണ്ട് കേട്ടോ. ഒത്തിരി ഒന്നും നമ്മൾ എടുക്കണില്ല, അതിൽ നിന്ന് വളരെ കുറച്ച് മാത്രം നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഉപ്പിലിടാം കേട്ടോ. ഈ കണ്ണിമാങ്ങയുടെ ഒക്കെ ഒരു സീസൺ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കൊതി തോന്നിയാൽ കഴിക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ ഇത്രയും കണ്ണിമാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇടാനുള്ള കാന്താരി മുളക് പറിച്ചെടുക്കാം കേട്ടോ. ഇത് നല്ല എരിവുള്ള മുളകാണ്, ഒത്തിരി ഇങ്ങനെ നിന്ന് പഴുത്തൊക്കെ പോവാണ് കേട്ടോ. അപ്പോൾ അതും കൂടി എടുക്കുന്നുണ്ട് നമ്മൾ. ഇനി നമുക്കിത് ഉപ്പിലിടാം. അതിനായിട്ട് ഞാൻ ദേ ഇവിടെ മാങ്ങ നല്ല പോലെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് അല്പം പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ ഇതിൽ പെട്ടെന്ന് പൂപ്പൽ വരും കേട്ടോ. ഇനി ഇതേ നമ്മൾ പറിച്ചെടുത്ത കാന്താരി മുളകുണ്ട്, പഴുത്തതും പച്ചയും ഒക്കെ ഉണ്ട് കേട്ടോ മുളക്. ഇനി ഇതുപോലെ ഒരു ഗ്ലാസ് ജാർ എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഈ മാങ്ങകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ മാങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ. അപ്പോൾ പെട്ടെന്ന് അതിലേക്ക് ഉപ്പും എരിവും ഒക്കെ പിടിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ തിളപ്പിച്ചാറിയ വെള്ളം ഒരു 2 കപ്പ്, ഈ ഒരു കപ്പിൽ 2 കപ്പാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് മാങ്ങ ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള മുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഉപ്പൊക്കെ നല്ല പോലെ ഒന്ന് മാങ്ങയിലൊക്കെ ചെറുതായിട്ടൊന്ന് പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളുണ്ടല്ലോ കുറച്ചധികം മാങ്ങ ഇതുപോലെ ഇങ്ങനെ ഇട്ട് വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ഉപ്പൊക്കെ നല്ലപോലെ പിടിച്ചതിന് ശേഷം നമുക്കിത് കടുമാങ്ങ അച്ചാറായിട്ടും ഇട്ട് വെക്കാം കേട്ടോ. ഇനി ഇത് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്നുകൂടി ഒന്ന് കുലുക്കി കൊടുക്കാം കേട്ടോ. ഇതൊരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും ഉപ്പും അതുപോലെ എരിവും ഒക്കെ നല്ലപോലെ പിടിക്കും കേട്ടോ. നമുക്കിതിൽ ഈ മുളകും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ, ഉപ്പൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.